ഹലോ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടൊരു ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത തന്നെയാണ്. യൂട്യൂബ് നോക്കി ഡയറ്റ് പ്ലാൻ എടുത്തിട്ട് ഒരു കുട്ടിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്നുള്ളത്. ഒരു പെൺകുട്ടിക്ക്. ആക്ച്വലി ആ ഒരു കുട്ടിക്ക് മെലിയാനുള്ള ചാൻസ്, അതായത് മെലിയാനുള്ള ഒരു മാനസിക സ്ഥിതിയായിരുന്നു. എനിക്ക് മെലിഞ്ഞൊരു ശരീരം വേണം എന്നുള്ളതായിരുന്നു ആ കുട്ടിയുടെ തോട്ട്. അതുകൊണ്ട് തന്നെ അത് യൂട്യൂബ് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കിട്ടുന്നിടത്തുനിന്നെല്ലാം ഡയറ്റ് പ്ലാൻ നോക്കിയിട്ട് അതനുസരിച്ചാണ് ഭക്ഷണം കഴിച്ചിരുന്നത് എന്നാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെയും പല പല മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടിരുന്ന വാർത്ത അല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതൊരു സൈക്യാട്രിക് കണ്ടീഷനാണ്. അതായത് അനറക്സിയ നെർവോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷനായിരുന്നു ഈ ഒരു കുട്ടിക്ക് ബാധിച്ചിരുന്നത്. അതായത് ഈ ഒരു അനറക്സിയ നെർവോസ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ ഉൾമനസ്സിലൊരു പേടി കിടക്കുകയാണ്. ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ ഞാൻ ഇനി അമിതവണ്ണമായി പോകുമോ, എനിക്ക് അങ്ങനെ വണ്ണം കൂടി ശരീരം എനിക്കിഷ്ടമല്ല, പക്ഷേ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിലൂടെ എനിക്കിനി അമിതവണ്ണമായി ഞാൻ അങ്ങനെ ഒരു അമിതവണ്ണക്കാരി ആവുമോ എന്നുള്ളൊരു പേടി അതിൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു ആ ഒരു കുട്ടീൻ്റെ. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാതെയായി. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് മെലിയ, അതായത് എങ്ങനെ തടി കൂടാതിരിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഡയറ്റും കാര്യങ്ങളുമാണ് ഈ ഒരു കുട്ടി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ആ കുട്ടി തിരഞ്ഞെടുത്ത മാർഗ്ഗമായിരുന്നു യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ ഡയറ്റ് പ്ലാൻസും കാര്യങ്ങളും ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട് അതനുസരിച്ചാണ് ആ കുട്ടി ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു കുട്ടിയുടെ നോർമൽ ഹെൽത്തി ഡയറ്റും കാര്യങ്ങളും തന്നെ, അതായത് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്, അമിതവണ്ണമൊന്നും ഇല്ലാത്തൊരു സാധാരണ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ ആ ഒരു കുട്ടിയും കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനൊരു സൈക്കാട്രിക് കണ്ടീഷൻ കിടക്കുന്നത് കൊണ്ട്, അതായത് അനറക്സിയ നെർവോസ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ആ ഒരു കുട്ടിയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു സൈക്കാട്രിക് പ്രോബ്ലമാണ്. സൈക്കാട്രിക് പ്രോബ്ലം എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് കാണുന്നതാണ്. ആ ഒരു കുട്ടീൻ്റെ മെൻ്റൽ ഹെൽത്തിനെ, അതായത് മാനസികമായിട്ട് ആ കുട്ടി വിചാരിക്കുന്നത് ഞാനിവിടെ കുറച്ച് ഫുഡ് കഴിച്ചാലും എനിക്ക് തടിക്കാനുള്ളൊരു പ്രവണത ഉണ്ട് എന്നുള്ളത് ആ ഒരു കുട്ടീൻ്റെ മനസ്സിൽ അങ്ങനെ ആയോ പോയി വിചാരം. ഈ ഒരു വിചാരത്തെ മാറ്റി ആ കുട്ടിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ വീട്ടുകാർക്ക് കഴിയാതെ പോയി. അത് ആ ഒരു വീട്ടുകാരുടെ പ്രശ്നം തന്നെയാണ്. തങ്ങളുടെ വീട്ടിലുള്ള ഈ ഒരു കുട്ടിക്ക് ഇങ്ങനെയൊരു സൈക്യാട്രിക് കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ട് ഈ ഒരു കുട്ടി ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഭക്ഷണമൊന്നും ശരിയായ രീതിയിൽ കഴിക്കുന്നില്ല, ഈ കുട്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു വീട്ടിലുള്ള ആൾക്കാർ കണ്ടെത്തി ആ ഒരു വീട്ടിലുള്ള ആൾക്കാർ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എങ്കിൽ ആ ഒരു കുട്ടിയെ കൃത്യമായിട്ട് ഒരു സൈക്യാട്രിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട്, ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തികച്ചും കൊടുക്കേണ്ട കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടിയെ നമുക്ക് തിരിച്ചും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് ആ ഒരു വീട്ടിലുള്ള ആൾക്കാരുടെ പിഴവും കൂടിയാണ് കാരണം. ഈ ഒരു സൈക്യാട്രിക് പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരാളെ ഒരു സൈക്യാട്രിക് ഡോക്ടറെ അടുത്ത് കൊണ്ട് കാണിച്ചു എന്ന് പറഞ്ഞാൽ, അയ്യോ എൻ്റെ വീട്ടിലുള്ള ഒരു കുട്ടിക്ക് ഭ്രാന്താണ് എന്നുള്ള കാര്യം വെളിയിൽ അറിയോ, ഇനി അങ്ങനെ ഒരു ന്യൂസ് പോവോ, എൻ്റെ കുട്ടിയുടെ മുമ്പോട്ടുള്ള ജീവിതം എന്തായി തീരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആളുകൾ ചിന്തിക്കുക, അതായത് വീട്ടിലുള്ള ആൾക്കാർ ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഒരു കുട്ടിക്ക് മെൻ്റലി ഒരു കുട്ടിക്ക് ഇങ്ങനെയൊരു പേടി, മനസ്സിലൊരു പേടി കിടക്കുന്നുണ്ടെന്നുള്ളത്, അതായത് തൻ്റെ കുട്ടിയുടെ ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയോ സാഹചര്യം, എന്തൊക്കെയോ വ്യത്യാസങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. കുട്ടി നന്നായിട്ട് ഫുഡ് കഴിക്കുന്നതൊക്കെ എല്ലാവരും കാണുന്ന കാര്യമല്ലേ. അപ്പം ഒരു കുട്ടി ശരിക്കും ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ, അതായത് വീട്ടിലുള്ള ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അതിനുള്ളിലുള്ള കാര്യം എന്താണ്, അല്ലാതെ നീ ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് ചൂടാവുമല്ലാതെ ആ ഒരു കുട്ടിയോട് ചോദിക്കണം, നിനക്ക് എന്തുകൊണ്ടാണ് ഇത് കഴിക്കാൻ പറ്റാത്തത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ കുട്ടി അത് കാര്യങ്ങൾ തുറന്ന് പറയും. അപ്പം നമ്മൾ വേണം ചിന്തിക്കാനായിട്ട്, ഈ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ പേടി കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു കുട്ടി ഇങ്ങനെ ഭക്ഷണത്തോട് വിരസത കാണിക്കുന്നത്, അപ്പം നമ്മളിതിന് കൃത്യമായിട്ടുള്ള ചികിത്സയാണ് നൽകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അനറക്സിയ നെർവോസ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സൈക്യാട്രിക് കണ്ടീഷനാണ്, പക്ഷേ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ അല്ല. അതായത് തികച്ചും കൃത്യമായിട്ടുള്ള ഈ ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും പൂർണ്ണ രീതിയിലേക്ക് മനസ്സിനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചെറിയൊരു രോഗരീതിയാണിത്. അപ്പം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, കുട്ടികളിൽ കാണുകയാണെങ്കിൽ രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ കുട്ടികളുടെ ജീവിതം ഇങ്ങനെ അപകടത്തിൽപ്പെടും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി തന്നെ അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുകയാണെങ്കിൽ, ആയി എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിക്കണം. താങ്ക്